Hello everyone, welcome to High Quiz Learning and to our IGNOU MA Psychology Exam Marathon Series. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പർ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ പേപ്പറാണ്. അതിലെ ഓരോ ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വരുന്നത്. അതിൽ 2 ബ്ലോക്കുകളുടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വിച്ച് മീൻസ് ദാറ്റ് ദ ഫൈനൽ സെഷൻ വാസ് അബൌട്ട് ദ ഫൈനൽ വീഡിയോ വാസ് അബൌട്ട് ദ ബ്ലോക്ക് 2 ഓഫ് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എന്നുള്ളത്. എന്തിനായാലും എക്സാം മാരത്തൺ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മാരത്തൺ സീരീസിൽ നമ്മൾ IGNOU MA സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട എല്ലാ പേപ്പേഴ്സും കവർ ചെയ്യുന്നുണ്ട്. അതിലെ ഓരോ ബ്ലോക്കുകളിൽ നിന്നും ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാരത്തൺ സീരീസിൽ ചെയ്യുന്നത്. അപ്പോൾ ബ്ലോക്ക് 3 ഓഫ് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി, അതാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം, ഡിസ്കഷൻ എന്നുള്ളത്. ബ്ലോക്ക് 3 പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ്സിലാണ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡുകൾ ഫോം ചെയ്യുന്നത്, ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇതിലൊക്കെയാണ് ബ്ലോക്ക് 3 പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് 3 പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെയൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളോടും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സുകൾ ഫോം ആക്കിയത്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്ത് തന്നെയാലും ഞാൻ അധികം ഒരു നീണ്ട ഇൻട്രഡക്ഷനിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനെ കുറിച്ച് പോകുന്നില്ല. ബിക്കോസ് വിൽ ഹാവ് ടു discuss about the 3 questions that was asked very frequently in the past 10 years or previous year question papers. Anyway, let's move on to the questions paper discussion. തേർഡ് ബ്ലോക്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ചാണ്. വളരെ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ചുള്ളത്. 2019 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2014 നോക്കുമ്പോൾ 9th ക്വസ്റ്റ്യൻ ഡിഫൈൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ദെൻ ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്നുള്ളതാണ്. വിച്ച് ഈസ് ക്വൈറ്റ് സിമിലർ ടു ദ ക്വസ്റ്റ്യൻ ഗിവൺ ഇൻ ദ ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് ഡിസംബർ 2013 വരുന്ന സമയത്ത് the question is coming like define attitude and its components. What are the strategies used to change attitudes എന്നുള്ളതാണ്. Then June 2017 വരുമ്പോൾ second question what is attitude change, how does attitude change takes place എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. Then June 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ അതും സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, റൈറ്റ് an essay on ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പം റൈറ്റ് an essay on ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ 10 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടത് എഴുതേണ്ടി വരും. 450 വേർഡ്സിലാണ് എഴുതേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒപ്റ്റിമലായിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ച് നമ്മളുടെ ലെസൺ നമ്പർ 15 നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ലെസൺ നമ്പർ 15 കണ്ട ആളുകൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. ഞാൻ എന്ത് ചെയ്യാം, ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം എന്താണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത്, അതായത് പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് 2 രീതിയിലാവാം. ഒന്ന് കോൺഗ്രുവൻ്റ് ചേഞ്ച് ആണ്, രണ്ടാമത്തത് ഇൻകോൺഗ്രുവൻ്റ് ചേഞ്ച് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉള്ളതെന്ന് കരുതുക. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഏതെങ്കിലും ഒരു സംഭവം നടന്നതിന് ശേഷം കൂടുതൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് മാറുകയാണെങ്കിൽ, ആദ്യം ഉള്ളതിനേക്കാൾ പോസിറ്റീവായിട്ട് മാറുകയാണെങ്കിൽ അതിനെ കോൺഗ്രുവൻ്റ് ചേഞ്ച് എന്നാണ് വിളിക്കുക. ഇനി ഇൻകോൺഗ്രുവൻ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ദ ഓപ്പോസിറ്റ് ഓഫ് കോൺഗ്രുവൻ്റ് ആണ്. അഥവാ ഒരു കാര്യത്തിനോട് നമുക്ക് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു വ്യക്തിയോട് ആയിക്കോട്ടെ, പക്ഷേ ഒരു സംഭവം നടന്നതിന് ശേഷം അയാളോട്, ആ ഒരു ഒബ്ജക്റ്റിനോട്, ആ ഒരു കാര്യത്തിനോട് നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ മാറുകയാണെങ്കിൽ അതിനെ ഇൻകോൺഗ്രുവൻ്റ് ചേഞ്ച് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ചേഞ്ചുകളാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ ഉള്ളത്. Then when it comes to factors affecting attitude change, there are many factors. അഥവാ കുറേ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതിലൊന്നാമതാണ് ചേഞ്ചിങ് റെഫറൻസ് ഗ്രൂപ്പ് എന്നുള്ളത്. നമ്മൾ പൊതുവേ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക പല കാര്യങ്ങളും വായിച്ചുകൊണ്ടും പല ഗ്രൂപ്പുകളെയും നോക്കിക്കൊണ്ടും അവർ ചെയ്യുന്നത് കണ്ടിട്ടും അവരുടെ വിശ്വാസങ്ങളുടെ ബേസിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ റെഫറൻസ് ഗ്രൂപ്പിനെ, നമ്മൾ ഏത് ടീമിനെ നോക്കിയിട്ടാണോ, ഏത് ആളുകളെ റെഫർ ചെയ്തിട്ടാണോ നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് ഫോം ചെയ്യുന്നത്, ആ ആളുകളെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പറഞ്ഞാൽ ചേഞ്ചിങ് ഗ്രൂപ്പ് അഫിലിയേഷൻ. നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങളുടെ ബേസിൽ ചിലപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിനോട് അനുസരണമുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. ഗ്രൂപ്പിലെ ഓവറോൾ ആയിട്ട് എല്ലാ ആൾക്കാർക്കും പല കാര്യങ്ങളോടും എങ്ങനെയാണോ ആറ്റിറ്റ്യൂഡ് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡും ആവാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് ദിസ് കൺഫേമിറ്റി തിങ്. അപ്പം ചേഞ്ചിങ് ഗ്രൂപ്പ് അഫിലിയേഷൻ, അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഗ്രൂപ്പ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗ്രൂപ്പ് മാറുകയാണ്, റെഫർ ചെയ്തുകൊണ്ടിരുന്ന ഗ്രൂപ്പ് മാറുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ പുതിയ നിയമങ്ങൾ വരുന്നു. അപ്പോൾ നമ്മളുടെ പഴയ ആറ്റിറ്റ്യൂഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ദർ ഓൾസോ ഹാപ്പൻസ് എ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. പിന്നെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളത്. നമ്മളുടെ ചേഞ്ച്, അതായത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ്, നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അതുവരെ അറിയാതിരുന്ന അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ആറ്റിറ്റ്യൂഡ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ, റേഡിയോയിലൂടെ, ടെലിവിഷനിലൂടെ, ന്യൂസ് പേപ്പേഴ്സിലൂടെ, സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ അറിയുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് മാറുന്നതാണെങ്കിൽ ഇറ്റ് കുഡ് ബി ഡ്യൂ ടു എൻ അഡീഷണൽ ഇൻഫർമേഷൻ തിങ്. ഓക്കെ,
അപ്പോൾ നമുക്ക് പല ഡിഫറെൻറ്റ് ജെൻഡേഴ്സിനോടൊക്കെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്സൊക്കെ പുതിയ കാലഘട്ടത്തിൽ പല ഇൻഫർമേഷനും അറിഞ്ഞതുകൂടെ അവരുടെ സാഹചര്യങ്ങളൊക്കെ അറിയുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി ട്രാൻസ്ജെൻഡർ കൈൻഡ് ഓഫ് LGBTQ കമ്മ്യൂണിറ്റിക്കൊക്കെ ഇപ്പോൾ കിട്ടുന്ന അക്സെപ്റ്റൻസ് പണ്ടില്ലായിരുന്നു. അപ്പം അഡീഷണൽ ഇൻഫർമേഷൻ മീൻസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പിന്നെ പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്തത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ആരെങ്കിലും പെർസ്വേറ്റ് ചെയ്തിട്ട്, പെർസ്വേഷൻ നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ പഠിച്ചിട്ടുണ്ട്, സോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ പെർസ്വേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഓൾസോ റിസൾട്ട്സ് ഇൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ദാൻ ദ ഫസ്റ്റ് വൺ ഓർ ദ ഒറിജിനൽ വൺ. അപ്പോൾ അത്രയൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചസിലുള്ളത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഴ്സ് ഉണ്ട്, സോഴ്സുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പ്രൈമസി വേഴ്സസ് റീസെൻസി എഫക്റ്റ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതിയേ മതിയാവുള്ളൂ. കാരണം എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറേ ഫാക്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. പിന്നെ ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ, അട്രാക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേറ്റർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് സോഷ്യൽ കോൺഫ്ലിക്റ്റ്. സോഷ്യൽ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ 8th ക്വസ്റ്റ്യൻ കാണാം, എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന്. ഡിസംബർ 17 9th ക്വസ്റ്റ്യൻസ് നിന്ന് നോക്കാം, ഡിസ്കസ് കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന്. അതുപോലെ തന്നെ ജൂൺ 2014 ക്വസ്റ്റ്യൻ പേപ്പറിൽ 8th ക്വസ്റ്റ്യൻ എന്താണ്, കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്. ഡിസ്കസ് ദ നേച്ചർ ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്, എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ, ഞാൻ എന്തുകൊണ്ട് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ വീഡിയോസിലൊക്കെ എങ്ങനെയാണ് ഒരു ആൻസർ എഴുതേണ്ടത്, എങ്ങനെയാണ് നമ്മൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ ഫസ്റ്റിലത്തെ പാർട്ടിലൊക്കെ നല്ല കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയാത്തത്. ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, സ്ട്രക്ചർ നിങ്ങളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആദ്യം ഒരു ഇൻട്രഡക്ടറി പാരഗ്രാഫ് എഴുതുക, അതിൽ എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു ബേസിക്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മെയിൻ പോയിൻറ്റ്സ് മെയിൻ പാരഗ്രാഫിലേക്ക് വരിക. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം സബ് ഹെഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ ചെയ്ത് കൃത്യമായി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുകയോ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു കൺക്ലൂഷൻ പാരഗ്രാഫ് കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളത്. പിന്നെ എത്ര വേർഡ്സിലാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ്റെ മേലെയും നോക്കേണ്ടതുണ്ട്, ഇൻസ്ട്രക്ഷനിൽ നോക്കണം. അതിനനുസരിച്ച് മാത്രം എഴുതുക. ഓവർ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കുറയാനാണ് സാധ്യത. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ സോഷ്യൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ടൈപ്സ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ലെസൺ 17 വീഡിയോയിലാണ്. അപ്പോൾ എന്തായാലും സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. അത് ഏതെങ്കിലും രീതിയിൽ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ഒപ്പോസ് ചെയ്യാണ്, ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടോ സോഷ്യൽ സിറ്റുവേഷനിലോ പരസ്പരം ഒപ്പോസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ പരസ്പരം അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് സോഷ്യൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നമുക്കറിയാം ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ചുറ്റിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് പല വിഷയങ്ങളെ സംബന്ധിച്ചും. ഇതിൽ കുറേ ഫോമുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഫോമുകളാണ് ഒവേർട്ട്, ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് എന്നുള്ളത്. ഒവേർട്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആൻഡ് ഫിയേഴ്സ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ്. വാർ പോലെയുള്ള എല്ലാ ആളുകൾക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റുകളാണ് ഒവേർട്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഒവേർട്ട്, ഓപ്പൺ ആൻഡ് എക്സ്പ്ലിസിറ്റ്. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബോത്ത് പാർട്ടീസ് ഈസ് ഫിയേഴ്സ് ആൻഡ് ഡയറക്റ്റ് എന്നുള്ളതാണ്. ആ ടേംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ് ആണ് രണ്ടാമത്തത്. ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം അതിൽ ഉണ്ടാവുന്ന ഒരു പാർട്ടിക്ക് നല്ല ബെനിഫിറ്റും മറ്റൊരു പാർട്ടിക്ക് ലോസും ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റുകളാണ് ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇൻഹറൻ്റ്ലി ബെനിഫിറ്റ് സം വൈൽ കോസിങ് ലൂസ് ടു അതേഴ്സ്. ചില ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, മറ്റുള്ള ആൾക്കാർക്ക് നല്ല നഷ്ടവും ഉണ്ടാവും. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ്. പിന്നെയാണ് സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ് വരുന്നത്. സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ലൈഫ് സിറ്റുവേഷൻസിൽ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ നമ്മൾ കോൺഫ്ലിക്റ്റുകൾ കണ്ടുപിടിക്കുമ്പോഴാണ് വെൻ എ പേഴ്സൺ ഐഡൻറ്റിഫൈസ് ഓർ പെർസീവ്സ് എ സിറ്റുവേഷൻ ഇൻവോൾവിങ് സ്ട്രഗിൾ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് തന്നെ നമ്മളോടുണ്ടാകുന്ന കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റുകളാണ് സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ മറന്നു പോവാതെ പഠിക്കുക. പിന്നെ മെത്തേഡ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ മ്യൂച്വലി ബെനിഫിഷ്യൽ ഗോൾ എന്നുള്ളതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തത് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നാലാമത്തത് പ്രോ സോഷ്യൽ ബിഹേവിയർ ആണ്. ലൈക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സിലൊക്കെ ഇൻവോൾവ് ആവുക, മറ്റുള്ള ഗ്രൂപ്പിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ യൂസിങ് ഓഫ് സയൻറ്റിഫിക് അപ്രോച്ചസ് എന്നാണ്. അതിൽ വിൻ ഓർ ലൂസ് അപ്രോച്ച് ഉണ്ട്, ലൂസ് അപ്രോച്ച് ഉണ്ട്, വിൻ അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ഈ 3 അപ്രോച്ചുകളും നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കേണ്ടതുണ്ട്. സോ ബേസിക്കലി കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നിങ്ങൾ അത്രയൊക്കെ പഠിക്കേണ്ടതുള്ളൂ. ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ സ്ട്രാറ്റജീസ് ഒക്കെ അതിൻ്റെ ഭാഗമായി വരുന്ന കുറച്ച് തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. അതത്ര ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ഇതുവരെ അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല.
പിന്നെ ഇന്ത്യയിലെ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകളിൽ ഒന്നാമത്തേത് ട്രൈബൽ പ്രോബ്ലംസ് ആണ്, രണ്ടാമത്തേത് ഓഫ് കോഴ്സ് കാസ്റ്റ് കോൺഫ്ലിക്റ്റുകളാണ്, മൂന്നാമത്തേത് കമ്മ്യൂണൽ പ്രോബ്ലംസ് ആണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് ചെറിയൊരു പാർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചുള്ള ആൻസറിൻ്റെ ഭാഗമായി എഴുതി കഴിഞ്ഞാൽ മേ ബി ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ഇൻക്രീസ് യുവർ മാർക്സ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ പ്രെജുഡൈസിനെ കുറിച്ചാണ്. പ്രെജുഡൈസും എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് December 14, 16, 15, 17, July 20, July 2016, then July 2018, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള February 2021 ക്വസ്റ്റ്യനിലും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രെജുഡൈസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ പ്രെജുഡൈസിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുന്നത് കൂടെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് അതിനെ റെഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രെജുഡൈസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, എങ്ങനെയാണ് പ്രെജുഡൈസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ഡെവലപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതെന്നാണ്. അപ്പം അത് മാത്രമായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചൊന്ന് പഠിക്കേണ്ടതാണ്. നമുക്ക് ക്വിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാം. 2014 ഡിസംബറിൽ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്കസ് ദ മെത്തേഡ് ടു റെഡ്യൂസ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഡിസ്ക്രിമിനേഷൻ പ്രെജുഡൈസും കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. December 2016 ചോദിച്ചത് എക്സ്പ്ലെയിൻ ദ ടേംസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രെജുഡൈസ്, ഹൗ പ്രെജുഡൈസ് ഈസ് മാനിഫെസ്റ്റഡ് എന്നുള്ളതാണ്. December 2015 വരുന്ന സമയത്ത് ഡിഫൈൻ പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ സ്റ്റഡി ഓഫ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ നിങ്ങൾക്ക് കുറേ നല്ല രീതിയിൽ നിങ്ങളുടേതായ വാക്കുകൾ എഴുതാൻ പറ്റിയ ഒരു ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണത്. December 2017 ചോദിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, ദേ ആസ്ക്ഡ് ടു ഡിസ്കസ് ദ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. June 20 ചോദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും റെഡ്യൂസിങ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. June 2016 ചോദിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ്. June 2018 ചോദിച്ചതോ അതും റെഡ്യൂസിങ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിൽ ചോദിച്ചത് ഡിസ്കസ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്രെജുഡൈസ് ആൻഡ് സജസ്റ്റ് മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പോൾ ഇത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് പ്രെജുഡൈസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രെജുഡൈസിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ മാത്രമാണ്. Because that was the most asked. So you should also study development and maintenance. അതും നിങ്ങൾ മിസ് ചെയ്യാതെ പഠിക്കുക. പ്രെജുഡൈസിനെ കുറിച്ച് എഴുതുമ്പോൾ പ്രെജുഡൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ എഴുതുന്നത് നല്ലതാണ്. അതിൽ വരുന്ന ഒന്നാമത്തേത് പ്രെജുഡൈസ് ഈസ് അക്വയർഡ് എന്നാണ്. നിങ്ങൾക്ക് ജനിക്കുമ്പോൾ ഉള്ളതൊന്നല്ല പ്രെജുഡൈസ്. നിങ്ങൾ എക്സ്പീരിയൻസിലൂടെ മറ്റുള്ള ആളുകൾ പറയുന്നതിലൂടെ ഒക്കെ അക്വയർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രെജുഡൈസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്നുള്ളത്. പിന്നെയാണ് ഇമോഷണൽ ഓവർടോൺസ്. പ്രെജുഡൈസിന് എപ്പോഴും നമ്മൾ ഇമോഷൻസായിട്ട് കണക്ഷൻ ഉണ്ടാവും. പ്രെജുഡൈസ് ഈസ് ഇറേഷണൽ, അഥവാ പ്രത്യേകിച്ച് ലോജിക്കും വിസ്ഡം ഒന്നും ഉണ്ടാവില്ല. പ്രെജുഡൈസ് ഹാസ് നോ കണക്ഷൻ വിത്ത് റിയാലിറ്റി, അഥവാ പ്രെജുഡൈസ് പൊതുവെ യാഥാർത്ഥ്യം ആവണം എന്നില്ല എന്നുള്ളതാണ്. പിന്നെ ടൈപ്സ് ഓഫ് പ്രെജുഡൈസ്, റേഷ്യൽ പ്രെജുഡൈസ് ആണ്. ഏതെങ്കിലും മെമ്പർ ഓഫ് റേസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗ്ഗത്തിലുള്ള ആളുകളോട് നമ്മൾ പ്രെജുഡൈസ് കാണിക്കുന്നതാണ്. സെക്സ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റി ആണ്. ആക്ച്വലി ഡിസ്ക്രിമിനേഷൻ കൈൻഡ് ഓഫ് തിങ് ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജെൻഡറിലുള്ള ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന പ്രെജുഡൈസ് ആണ്. കാസ്റ്റ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമാണ് കാസ്റ്റ് പ്രെജുഡൈസ്. അപ്പം ഡിഫറെൻറ്റ് കാസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ കാസ്റ്റിലുള്ള ആളുകളെ കുറിച്ച് അവരിങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ടൈപ്പ് ഓഫ് തോട്ട്സ് ഒക്കെ കാസ്റ്റ് പ്രെജുഡൈസിൻ്റെ ഭാഗമാണ്. ലാംഗ്വേജ് പ്രെജുഡൈസ് പൊതുവേ ലാംഗ്വേജിൻ്റെ ബേസിൽ ആളുകളോട് പ്രെജുഡൈസ് കാണിക്കുന്നതാണ്. അതായത് സൗത്ത് ഇന്ത്യൻസ് സ്പീക്സ് ദിസ് തിങ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്പീക്ക് ദിസ് തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രെജുഡൈസ് ഭാഷകളുടെ ബേസിൽ കാണിക്കുമ്പോൾ ലാംഗ്വേജ് പ്രെജുഡൈസ് ആണ്. പിന്നെയാണ് റിലീജിയസ് പ്രെജുഡൈസ്. ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇസ്ലാമോഫോബിയ ഒക്കെ ഒരു കൈൻഡ് ഓഫ് റിലീജിയസ് പ്രെജുഡൈസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മതത്തിലുള്ള ആളുകളെ ഇങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ്, അത്ര ആൾക്കാരാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ചിന്തിക്കുന്നതാണ് റിലീജിയസ് പ്രെജുഡൈസ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസിൽ സ്റ്റാറ്റസ് ആൻഡ് പവർ സ്ട്രക്ചേഴ്സ്, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ലേണിംഗ്, ജോബ് കോമ്പറ്റീഷൻ, കൺഫർമിറ്റി ടു നോംസ്, ഇൻട്രാക്ഷൻ പാറ്റേൺസ്, സൈക്കോഡൈനാമിക് ഫാക്ടേഴ്സ്, ഫ്രസ്ട്രേഷൻ ആൻഡ് അഗ്രഷൻ, പേഴ്സണാലിറ്റി നീഡ്സ്. ഈ 11 ഫാക്ടേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ വായിച്ച് തന്നെ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഓൺലി വിൽ ഡിസ്കസ് അബൌട്ട് ദ റിഡക്ഷൻ ഓർ റെഡ്യൂസിങ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന പാർട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ എൻ്റെ ഇൻട്രഡക്ഷൻ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ, ഇതിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ പ്രെജുഡൈസിനെയും ഡിസ്ക്രിമിനേഷനെയും കുറയ്ക്കാൻ പറ്റുക എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേതാണ് ഇൻ്റർ ഗ്രൂപ്പ് കോണ്ടാക്റ്റ്. അതായത് നമുക്കൊരു ഗ്രൂപ്പിനെ കുറിച്ച് പ്രെജുഡൈസ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് അങ്ങനെയാണ്, ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾ തീരെ മോശക്കാരാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നൊക്കെ നമുക്ക് ആ ഗ്രൂപ്പിനെ കുറിച്ചൊരു പ്രെജുഡൈസ് ഉണ്ടെന്ന് കരുതുക. പൊതുവേ നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്ന് ആ ഗ്രൂപ്പിനെ കുറിച്ചുള്ള നമ്മളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നായിരിക്കും ഇങ്ങനെയുള്ള പ്രെജുഡൈസുകൾ വരുന്നത്.
അപ്പോൾ ഈ ഗ്രൂപ്പുകളുമായിട്ട് നമ്മൾ ഏതൊരു ഗ്രൂപ്പിനെ കുറിച്ചാണോ എങ്ങനെ വിശ്വസിക്കുന്നത്, പ്രെജുഡൈസ്ഡ് ആവുന്നത്, ആ ഗ്രൂപ്പുമായിട്ടുള്ള നമ്മളുടെ ഗ്രൂപ്പ് കോൺടാക്റ്റ്, പരസ്പരമുള്ള കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺടാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ പരസ്പരം രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൂടുതൽ അവരെക്കുറിച്ച് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നു. ഒരു ക്ലോസ് ക്വാർട്ടേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലോസർ റേഞ്ചിൽ തന്നെ പരസ്പരം അറിയാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുന്നു. അങ്ങനെ പരസ്പരം അറിയുന്ന സമയത്ത് നമ്മൾക്ക് ഓൾറെഡി ഉള്ള അവരെക്കുറിച്ചുള്ള പ്രെജുഡൈസുകൾ കുറയാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നതാണ്. പിന്നെ അതാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. പിന്നെയാണ് ഇൻകോൺഗ്രുവൻ്റ് റോൾ എന്ന് പറയുന്നത്. അതായത് വ്യക്തികളെ കൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊരു കാര്യത്തിനെക്കുറിച്ച്, ഒരു മതത്തിനെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ മതത്തിലെ ഒരാളായിട്ട് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് റോള് തരുമ്പോഴാണ് അത് ഇൻകോൺഗ്രുവൻ്റ് റോളാകുന്നത്. അടുത്തതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കൃത്യമായ എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെയാണ് റൂളുകൾ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻകോൺഗ്രുവൻ്റ് റോൾ തന്നെയാണ്, പക്ഷേ ആക്ച്വലി അത് ലോസും റൂൾസിനും ഒക്കെ കുറിച്ചാണ് പറയുന്നത്. ദ ടേം മസ്റ്റ് ഹാവ് ബീൻ മിസ്റ്റേക്കൻലി ഗിവൺ ഹിയർ. അപ്പോൾ ഗവൺമെൻറ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, അതായത് വ്യത്യസ്തമായ രാജ്യങ്ങളിലെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സ്പ്രഷൻ ഓഫ് പ്രെജുഡൈസ്, ഏതെങ്കിലും രീതിയിലുള്ള പ്രെജുഡൈസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അത് ആക്ട് ഔട്ട് ചെയ്യുന്നതിനൊക്കെ വിലക്കുന്ന രീതിയിലുള്ള നിയമങ്ങളുണ്ട്. പിന്നെയാണ് ആൻറ്റി പ്രെജുഡൈസ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാസ് മീഡിയാസിലൂടെ, സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ, ട്വിറ്ററിലൂടെ ഒക്കെ നമ്മളെന്താണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രെജുഡൈസിനെതിരെ ഒരു പ്രൊപ്പഗാൻഡ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് ആൻറ്റി പ്രെജുഡൈസ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. പിന്നെയാണ് പേഴ്സണാലിറ്റി ചേഞ്ച് ടെക്നിക്കുകൾ, അഥവാ ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റിയും ഓരോ ഓപ്പൺ മൈൻഡഡ്നെസ്സും ഉള്ള ആൾക്കാർക്ക് പ്രെജുഡൈസിൽ വിശ്വസിക്കാനുള്ള സാധ്യതകൾ കുറയുമെന്നാണ്. അപ്പം ആളുകളുടെ പേഴ്സണാലിറ്റി ചേഞ്ച്, ഏതെങ്കിലും പെർട്ടിക്കുലർ ട്രെയ്റ്റുകൾ പ്രെജുഡൈസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള പോസിബിലിറ്റീസ് നോക്കുന്നതാണ് പേഴ്സണാലിറ്റി ചേഞ്ച് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് റിഡക്ഷൻ ഓഫ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഫാക്ടേഴ്സ്. അപ്പം എനിവേ ഇന്നത്തെ 3 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ബ്ലോക്ക്, 4th ബ്ലോക്കിൻ്റെ ഡിസ്കഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ ലിസണിങ് ടു ഹൈക്വേസ് ലേണിംഗ്.